നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമാകുന്നു. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഓരോ മണിക്കൂറും കടുക്കുകയാണ്. ഇറാനെ ലക്ഷ്യമിട്ട് ഹോർമുസിൽ അമേരിക്കൻ നാവിക ഉപരോധം, കപ്പലുകൾക്ക് 20% ട്രാൻസിറ്റ് ഫീസ് പ്രഖ്യാപിച്ച് ട്രംപ്, അതിന് ഇറാന്റെ കടുത്ത പരിഹാസ മറുപടി. ഇറാന്റെ സൈനിക ശേഷി തകർത്തുവെന്ന അമേരിക്കയുടെ അവകാശവാദം. അങ്ങനെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഇതിനിടെ യുദ്ധഭീതി വീണ്ടും ആഗോള എണ്ണ വിപണിയെ പിടിച്ചുകുലുക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില കുതിക്കുമ്പോൾ ഇന്ത്യയിലെ ഇന്ധനവില കുറയുമെന്ന പ്രതീക്ഷയും മങ്ങുകയാണ്. അതേസമയം മലയാളികൾക്ക് അഭിമാന നിമിഷവും ഇന്നുണ്ട്. മലയാളി വേരുകളുള്ള നാസ ബഹിരാകാശ സഞ്ചാരി ഡോക്ടർ അനിൽ മേനോൻ തന്റെ ആദ്യ ബഹിരാകാശ ദൌത്യത്തിനായി ഇന്ന് യാത്ര തിരിക്കും. 8 മാസം നീളുന്ന ചരിത്ര ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കിൽ ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക വീണ്ടും നാവിക ഉപരോധം നടപ്പാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ഈ നിയന്ത്രണം ഇറാനുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്കും ഇറാനുമായി വ്യാപാരം നടത്തുന്നവർക്കും മാത്രമായിരിക്കുമെന്നും മറ്റ് രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ സാധാരണ പോലെ യാത്ര തുടരാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണ ശേഷി തകർക്കാനുള്ള നടപടികൾ അമേരിക്ക തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത മാരിടൈം ഇൻഫർമേഷൻ സെന്റർ ചൊവ്വാഴ്ച മുതൽ ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ കപ്പലുകൾക്ക് ഉപരോധം നടപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനുമായി ബന്ധമില്ലാത്ത രാജ്യങ്ങളിലേക്കും അവിടെ നിന്നുമുള്ള കപ്പലുകളുടെ ഹോർമുസ് വഴിയുള്ള സ്വതന്ത്ര ഗതാഗതം തടസ്സപ്പെടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ നീക്കം പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ ശക്തമാക്കുമെന്ന ആശങ്ക രൂക്ഷമാവുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് ഗൾഫ് രാജ്യങ്ങൾ യുഎസിന് പ്രതിഫലം നൽകണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് വഴി കടന്നുപോകുന്ന എല്ലാ ചരക്കുകൾക്കും 20% നികുതി ഈടാക്കും. എന്നാൽ ഇറാനിയൻ കപ്പലുകളെ കടത്തിവിടില്ലെന്നും ട്രംപ് പറഞ്ഞു. യുഎസ് സൈനിക ഇടപെടലുകൾ ഇറാന്റെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ വിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യാവസായികമായ ആയുധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പിടിച്ചെടുത്തെന്നും ട്രംപ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകൾക്ക് 20% ട്രാൻസിറ്റ് ഫീസ് ഏർപ്പെടുത്തുമെന്നും അമേരിക്കയാണ് ഹോർമുസിന്റെ രക്ഷാധികാരിയെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശത്തെ പരിഹസിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തി. എക്സിലെ കുറിപ്പിലാണ് അരാഗ്ചിയുടെ പ്രതികരണം. വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കണമെന്ന കാര്യത്തിൽ ട്രംപ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഹോർമുസ് കടലിടുക്കിന്റെ യഥാർത്ഥ രക്ഷാധികാരിയെന്നും ഇറാനാണ്. 20% എന്നത് തീർച്ചയായും വളരെ കൂടുതലാണ്. തങ്ങൾ നീതിപൂർവമായിരിക്കുമെന്നാണ് അദ്ദേഹം പരിഹാസ രൂപത്തിൽ കുറിച്ചത്. അമേരിക്ക ഹോർമുസിന്റെ ഗാർഡിയനാകുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാന്റെ മറുപടി പശ്ചിമേഷ്യയിലെ പുതിയ വാക്പോരിന് വഴിവെച്ചിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായും തകർത്തുവെന്ന് അവകാശപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. ഇറാൻ ഇനി വ്യോമസേനയോ നാവികസേനയോ ഇല്ലെന്നും രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ശേഷികളും മണിക്കൂറുകൾക്കുള്ളിൽ തുടർച്ചയായി തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാൻ നിലവിലെ സാഹചര്യത്തിൽ ചർച്ചയിലേക്ക് വരണമെന്നും അമേരിക്കയുമായി ധാരണയിലെത്തുകയാണ് ഏറ്റവും നല്ല മാർഗമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ആവശ്യമായാൽ സൈനിക നടപടി കൂടുതൽ ശക്തമാക്കാൻ അമേരിക്ക തയ്യാറാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ അവകാശവാദങ്ങളോട് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യുദ്ധം വീണ്ടും മുറുകിയതോടെ ഇന്ധനവില വീണ്ടും മേലോട്ട് കുതിപ്പ് തുടങ്ങി. ഇറാനും അമേരിക്കയും ഉടമ്പടി വന്നപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ആശ്വസിച്ചിരുന്നു. ക്രൂഡ് ഓയിൽ ബാരലിന് $65 വരെ താഴ്ന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ $120 വരെയായ ഇന്ധനവിലയാണ് കുറഞ്ഞത്. വീണ്ടും യുദ്ധം കടുത്തതോടെ എണ്ണവില മേലേക്ക് കുതിപ്പ് തുടങ്ങി. $85 വരെ ബാരലിനായി. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ബുദ്ധിമുട്ടിലായ ഇന്ത്യ 40 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ധനം ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്. പൂർവ്വസ്ഥിതിയിലാകുമെന്ന സൂചന വന്നതോടെ
ലിറ്ററിന് 8 രൂപ വരെ പെട്രോളിന് കുറയ്ക്കാൻ കേന്ദ്രം ആലോചന തുടങ്ങിയതാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുൻപ് ഇന്ധനവില കുറയ്ക്കാൻ കഴിയുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ കരുതിയത്. അതിനിടെയാണ് പ്രഹരമായി വീണ്ടും യുദ്ധം വന്നത്. ഇന്ത്യൻ വംശജനായ ബഹിരാകാശ സഞ്ചാരി ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് തന്റെ ആദ്യ ബഹിരാകാശ ദൌത്യത്തിനായി പുറപ്പെടും. കേരളവുമായി കുടുംബവേരുകളുള്ള അനിൽ മേനോൻ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ കസാഖിസ്ഥാനിലെ ബൈക്കണൂർ കോസ്മോഡ്രോമിൽ നിന്ന് ഇന്ന് രാത്രി 8:17 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ് യാത്ര തിരിക്കുന്നത്. അദ്ദേഹം ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി വംശജനായ ബഹിരാകാശ സഞ്ചാരിയാകും. ഏകദേശം 240 ദിവസം, അതായത് 8 മാസം നീളുന്ന ദൌത്യത്തിന്റെ മനുഷ്യ ശരീരത്തിൽ ബഹിരാകാശത്തിന്റെ സ്വാധീനം, ആരോഗ്യ ഗവേഷണം, പുതിയ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണം, ഭാവിയിലെ ചന്ദ്ര ചൊവ്വ ദൌത്യങ്ങൾക്ക് ആവശ്യമായ ശാസ്ത്രീയ പഠനങ്ങൾ എന്നിവയിൽ അനിൽ മേനോൻ പങ്കെടുക്കും. ഡോക്ടർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും ദൌത്യത്തിൽ നിർണായകമാകും. അമേരിക്കയിൽ ജനിച്ച അനിൽ മേനോന്റെ പിതാവ് ഇന്ത്യക്കാരനും മാതാവ് യുക്രൈൻ സ്വദേശിനിയുമാണ്. 2021 അദ്ദേഹം നാസയുടെ ബഹിരാകാശ സഞ്ചാരി സംഘത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. എമർജൻസി മെഡിസിൻ വിദഗ്ധനും US സ്പേസ് ഫോഴ്സ് കേണലുമായ അനിൽ മേനോന്റെ ആദ്യ ബഹിരാകാശ യാത്ര ഇന്ത്യൻ വംശജർക്കും മലയാളികൾക്കും അഭിമാന നിമിഷമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ നിയമസഭകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നതിനിടെ നിയമനിർമ്മാണത്തിലും സൂക്ഷ്മ പരിശോധനയിലും കേരള നിയമസഭ ഇന്ത്യക്ക് തന്നെ മാതൃകയെന്ന് റിപ്പോർട്ട്. PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. 2025 വാർഷിക സംസ്ഥാന നിയമ അവലോകന റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ പ്രവർത്തനം മികച്ചതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്തെ സംസ്ഥാന നിയമസഭകൾ 2025 ശരാശരി 24 ദിവസം മാത്രമാണ് സമ്മേളിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കേരള നിയമസഭ 38 ദിവസമാണ് സഭ ചേർന്നത്. 2021 മുതൽ 2025 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാലും ശരാശരി 41 ദിവസങ്ങളുമായി കേരളമാണ് രാജ്യത്തെ ഏറ്റവും മുന്നിൽ. ഒഡീഷ, കർണാടക എന്നിവയാണ് തൊട്ടുപിന്നിലുള്ളത്. ഭൂരിഭാഗം സംസ്ഥാനങ്ങളും 2 നിയമസഭാ സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള പാടില്ലെന്ന ഭരണഘടനാപരമായ വ്യവസ്ഥ പാലിക്കാൻ മാത്രം ചുരുങ്ങിയ ദിവസങ്ങളാണ് സഭ ചേർന്നത്. എന്നാൽ കേരളം കൂടുതൽ സമ്മേളന ദിനങ്ങൾ അനുവദിച്ച് ജനകീയ വിഷയങ്ങളും നിയമനിർമ്മാണവും വിശദമായി ചർച്ച ചെയ്യാൻ സമയം മാറ്റിവെച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് വീണ്ടും രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നതായി KSEB. കാലവർഷം പ്രതീക്ഷിച്ച തോതിൽ ലഭിക്കാത്തതിനാൽ ഡാമുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതും വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നതുമാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പ്രധാന ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിൽ സംഭരണശേഷിയുടെ 29% കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 57%. ആഭ്യന്തര ഉൽപാദനം കഴിഞ്ഞ ദിവസം 17.18 ദശലക്ഷം യൂണിറ്റായി ചുരുങ്ങിയപ്പോൾ സംസ്ഥാനത്തിന്റെ ആകെ ആവശ്യമുള്ള 80 ദശലക്ഷം യൂണിറ്റിൽ 63.22 ദശലക്ഷം യൂണിറ്റും ഉയർന്ന വില നൽകി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ്. വൈകുന്നേരങ്ങളിലെ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത 4100 മെഗാവാട്ടായി ഉയർന്നതും KSEBക്ക് അധിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 3636 മെഗാവാട്ടായിരുന്നു. ദേശീയ തലത്തിൽ വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതും പുറത്തുനിന്നുള്ള വൈദ്യുതി ലഭ്യതയെ ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 2027 മെയ് വരെയുള്ള കാലയളവിലേക്ക് വൈദ്യുതി ലഭ്യമാക്കാൻ KSEB പുതിയ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ പീക്ക് സമയങ്ങളിൽ മാത്രം വൈദ്യുതി നൽകാൻ സ്വകാര്യ കമ്പനികൾ മടിക്കുന്നതും പകൽ സമയത്ത് സോളാർ വൈദ്യുതി ലഭ്യത കൂടുതലായതിനാൽ മുഴുവൻ സമയ കരാറുകൾ സാമ്പത്തിക ബാധ്യതയാകുമെന്ന ആശങ്കയും തുടരുകയാണ്. തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ വിശദ പദ്ധതി രൂപരേഖ ഉടൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച രൂപരേഖ KMRLന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുകയാണെന്നും ഉടൻ സർക്കാരിന് സമർപ്പിക്കുമെന്നും KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. 31 കിലോമീറ്റർ വരുന്നതാണ് റൂട്ട്. പാപ്പനംകോട് നിന്നാണ് തുടക്കം. കിള്ളിപ്പാലം, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പട്ടം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, കാര്യവട്ടം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, ആക്കുളം, ചാക്ക വഴി ഈഞ്ചക്കലിലേക്കും എത്തും. ടെക്നോ പാർക്ക്, വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന അലൈൻമെന്റാണിത്. ഇതോടെ 1 മണി വാർത്ത പൂർത്തിയാകുകയാണ്. നാളെ ഇതേ സമയം കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.